നമസ്കാരം. ഗ്രൂപ്പ് ഡിയിലെ ന്യൂസിലൻഡ് vs സൗത്ത് ആഫ്രിക്ക മത്സരം സൗത്ത് ആഫ്രിക്ക അങ്ങനെ ഭംഗിയായിട്ട് വിജയിച്ചിരിക്കുകയാണ്. ന്യൂസിലൻഡ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് 175 for 7 ആണ് സ്കോർ ചെയ്ത്. സൗത്ത് ആഫ്രിക്ക 178 17.1 ഓവേഴ്സിൽ അവർ ജയിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയിലൂടെ എക്സലൻറ്റ് ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു. കാരണം ന്യൂസിലൻഡ് പവർ പ്ലേയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതായത് പവർ പ്ലേയിൽ അവർ 58 റൺസ് അടിച്ചു. 3 വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും 58 റൺസ് അടിച്ചു. അതുപോലെ തന്നെ 10 ഓവർ ആയപ്പോഴത്തേക്ക് 92 റൺസ് എത്തിയിരുന്നു. 15 ഓവറിൽ പക്ഷേ അവിടെ ഒരു 140 സൗത്ത് ആഫ്രിക്ക റെസ്ട്രിക്റ്റ് ചെയ്യാൻ, പിന്നീട് ഒരു 175 അവരെ നിർത്താനും 20 ഓവേഴ്സിൽ 175 അവരെ നിർത്താനും സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചു. മാർക്കോ യാൻസൺ സൂപ്പർവായിട്ട് ബോൾ ചെയ്ത് 4 വിക്കറ്റ് ഇട്ടു. അതുമാത്രമല്ല, മിഡിൽ ഓവേഴ്സിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ 10 റൺസ് പെർ ഓവറിൽ അടിച്ചു പോയ ന്യൂസിലൻഡിനെ ഒരു 200+ എന്തായാലും എത്തേണ്ട ഒരു സ്കോറിനെ 175 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് എത്തിക്കാനായിട്ട്, അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചു. ന്യൂസിലൻഡ് ബാറ്റിങ്ങിൽ ഫിൻ അലൻ 31 റൺസ് അടിച്ചു. ചാപ്മാൻ 48 റൺസ് അടിച്ചു. ഡാരൽ മിച്ചർ 32 റൺസ് അടിച്ചു. അതുകൊണ്ട് ജിമ്മി നീഷം ലാസ്റ്റിൽ വന്നിട്ടൊരു ചെറിയൊരു കാമിയോ 23 റൺസ് അടിച്ചു. സോ ഇത്രയും ബാറ്റ്സ്മാരുടെ പെർഫോമൻസിൻ്റെ ബലത്തിലാണ് 175 എന്ന് പറഞ്ഞ റൺസ് സ്കോർ ചെയ്യാനായിട്ട് ന്യൂസിലൻഡിന് സാധിച്ചത്. തിരിച്ച് സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്തൊരു എക്സെപ്ഷണൽ ബാറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു. മാർക്കറത്തിൻ്റെ ഭാഗത്തുനിന്ന് 86 റൺസ് അടിച്ചു. 44 ബോൾ അതുപോലെ തന്നെ നോട്ട് ഔട്ടായിട്ട് നിൽക്കുകയും ചെയ്തു. കളി ഫിനിഷ് ചെയ്ത് കൊടുത്തു 17.1 ഓവേഴ്സിൽ. അപ്പോൾ അതുപോലെ തന്നെ ഡീകോക്ക് 20 റൺസ്, അതുപോലെ റിക്കിൾട്ടൺ 21 റൺസ്, ഡെവോൾ പ്രവിസ് 21 റൺസ്, ഡേവിഡ് മില്ലർ 24 റൺസ്. അങ്ങനെ എല്ലാവരും ഒരു ചെറിയ 20+ റണ്ണ് സ്കോർ ചെയ്തിട്ട് വളരെ ഈസിയാക്കി സൗത്ത് ആഫ്രിക്കയുടെ ഈ ഒരു ചേസ് എന്ന് പറയുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ന്യൂസിലൻഡ് എന്താ ട്രൈ ചെയ്തതെന്ന് വെച്ചാൽ, ന്യൂസിലൻഡ് ഒരു 10 റൺ വിക്കറ്റ് പോയിക്കൊണ്ടിരുന്നപ്പോഴും, ഒരു പവർ പ്ലേയിൽ 3 വിക്കറ്റ്സ് പോയി, അതിനുശേഷം 4-5 വിക്കറ്റ്സ് ഒക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴും അവർ 10 റൺസ് പെർ ഓവർ അവർ സ്കോർ ചെയ്തൊരു, അവർക്ക് എന്തായാലും ഒരു സ്കോർ 200+ വേണമെന്നുള്ളൊരു ഡിറ്റർമിനേഷനിലാണ് അവരെ അടിച്ചു തന്നെ പോയിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ചാപ്മാനും ഡാരൽ മിച്ചലും കൊണ്ടുള്ള പാർട്ട്ണർഷിപ്പ് വളരെ ക്രൂഷ്യലായിരുന്നു. നല്ല രീതിയിൽ അവർ പോയി. പക്ഷേ അവിടുന്ന് അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് അഹമ്മദാബാദിൻ്റെ ഗ്രൗണ്ടിൽ തിരിച്ച് സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്തപ്പോൾ തന്നെ പവർ പ്ലേയിൽ തന്നെ കാര്യങ്ങൾ കൈവിട്ട് പോയി. കാരണം പവർ പ്ലേയിൽ സൗത്ത് ആഫ്രിക്ക 83 റൺസാണ് അടിച്ചു കൂട്ടിയത്. അപ്പോൾ ഡീകോക്ക് നല്ല രീതിയിൽ പവർ പ്ലേയിൽ അവിടെ നിന്ന് തന്നെ സൗത്ത് ആഫ്രിക്ക മാച്ച് പിടിച്ചു. പിന്നീട് അങ്ങോട്ട് 7 to 10 ഓവേഴ്സിലും അവരുടെ ഒരു റൺ റേറ്റ് കുറഞ്ഞു. പിന്നീട് 10 to 15 ഓവേഴ്സിലും ഒരു 5.8 റൺ റേറ്റിലെ സൗത്ത് ആഫ്രിക്കയ്ക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചുള്ളൂ. പക്ഷേ ആ ഒരു ആദ്യ 6 ഓവേഴ്സിൽ പവർ പ്ലേയിൽ അടിച്ച 83 റൺസ് എന്ന് പറഞ്ഞാൽ അവർ വലിയ വാല്യുബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് വളരെ ഈസി ആയിട്ട് ലാസ്റ്റിൽ ചേസ് അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചു. ഇതിനകത്ത് സൗത്ത് ആഫ്രിക്ക ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് വെച്ചാൽ മാർക്കോ യാൻസൺ ബോളിങ്ങിൽ പെർഫോം ചെയ്തു. അതുപോലെ തന്നെ മാർക്കത്തിൻ്റെ എക്സലൻ്റ് ആയിട്ടുള്ള ഫോം. ഫീൽഡിങ്ങിൽ സൗത്ത് ആഫ്രിക്ക നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഫീൽഡിങ്ങിൽ എക്സലൻറ്റ് ഫീൽഡിംഗ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്തുനിന്ന്. കഴിഞ്ഞ മാച്ചിൽ ഒരു വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മാച്ചിൽ അഫ്ഗാനിസ്ഥാനായിട്ട് സൂപ്പർ ഓവറിലേക്ക് എത്തി. 2 സൂപ്പർ ഓവർ കളിച്ചിട്ട് വിൻ ചെയ്ത ഒരു ടീമിനെ സംബന്ധിച്ച് വളരെ ഒരു കമ്പാരിറ്റീവ്ലി ഡോമിനേറ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ കൺവിൻസിംഗ് ആയിട്ട് ന്യൂസിലൻഡിനെ, അതായത് ഈ ഡെത്ത് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിൽ അവരുടെ ഗ്രൂപ്പിൽ, അതായത് ഈ ഗ്രൂപ്പിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 2 ടീമാണ് ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും. സോ ഈ 2 ടീം തമ്മിലുള്ള മാച്ചിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കുക എന്ന് പറയുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് സൂപ്പർ 8ലേക്ക് പോകാൻ സാധിക്കും. കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച് ഈ ഗ്രൂപ്പിൽ. എന്തായാലും അവർ സൂപ്പർ 8 ഉറപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സൗത്ത് ആഫ്രിക്ക. സോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൊമെൻറ്റത്തോടു കൂടിയാണ് സൗത്ത് ആഫ്രിക്ക സൂപ്പർ 8ലേക്ക് പോകുന്നത്. ന്യൂസിലൻഡിനെ സംബന്ധിച്ച് അവരുടെ ബാറ്റിംഗ് നേരത്തെ ഉള്ളവരെ അവർ മിഡിൽ ഓർഡറിൽ നിന്ന് അങ്ങോട്ട് ഫിനിഷിലേക്ക് വരുമ്പോൾ അവരുടെ ബാറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും. അതിന് നല്ല രീതിയിൽ ഒരു ഫിനിഷിങ് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ തന്നെ അവരുടെ മേജർ ബോളേഴ്സ് 3 ഫസ്റ്റ് ബോളേഴ്സിനെ വെച്ചിട്ടാണ് അവർ ബോൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ലോക്കി ഫെർഗൂസിനെ പവർ പ്ലേയിൽ ബോൾ ചെയ്യിപ്പിച്ചു. ആ ഒരു സ്ട്രാറ്റജി ശരിയാണോ? അതുപോലെ തന്നെ അവരുടെ 3 ഫാസ്റ്റ് ബോളേഴ്സിനെ തന്നെ വെച്ചിട്ട് അവർ കളിപ്പിക്കുന്നത് അവർക്ക് സക്സസ്ഫുള്ളായിട്ട് ഇന്ത്യൻ കണ്ടീഷൻസിലോ അല്ലെങ്കിൽ ശ്രീലങ്കയിലെ കണ്ടീഷൻസിലോ അവർക്ക് സക്സസ്ഫുള്ളി ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതും അവരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആസ് എ സൗത്ത് ആഫ്രിക്കൻ ഫാന് മുമ്പോട്ടുള്ള സൗത്ത് ആഫ്രിക്കയുടെ യാത്രയിൽ ഇത് നല്ല രീതിയിലൊരു കോൺഫിഡൻസ് ടീമിന് കിട്ടുന്ന പോലെ തന്നെ ആരാധകരായിട്ടുള്ള നമുക്കും തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നാളെ ദ ബിഗ് മാച്ചാണ് ഇന്ത്യ vs പാകിസ്ഥാൻ. സോ നാളത്തെ മത്സരങ്ങളുടെ റിവ്യൂ മറ്റ് ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.